തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കോട്ടുളി ബൂത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. വോട്ട് ചെയ്ത് കഴിഞ്ഞു, അദ്ദേഹം പുറത്തേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വോട്ട് ചെയ്യുന്നത്. നേരത്തെ വന്ന് അദ്ദേഹം വോട്ട് ചെയ്ത് മടങ്ങുന്ന ദൃശ്യമാണ് കാണുന്നത്. ഉണ്ണികുളം പഞ്ചായത്തിൽ 9ാം വാർഡിലാണ് അദ്ദേഹം വോട്ട് ചെയ്ത്. ഇപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വോട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം വിരലടയാളം വാർത്താലേഖകരുമായി അത് പങ്കിടുന്നതിൻ്റെ ദൃശ്യമാണ് കണ്ടത്. ഇപ്പോൾ ഷഹദ് റഹ്മാൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷഹദ്, വിവരങ്ങൾ. മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് തന്നെയുള്ള ഈ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഏകദേശം 8:20 കൂടി, അതായത് 8:20 കൂടിയിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. പ്രധാനമായിട്ടും വാർഡ് 25 അദ്ദേഹത്തിൻ്റെത്, ബൂത്ത് 5 എന്നുള്ളതാണ്. ഇപ്പോൾ കാര്യമായിട്ട് തിരക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വോട്ട് ഉടൻ തന്നെ രേഖപ്പെടുത്തി ഇപ്പോൾ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാടുകൂടി ആയതുകൊണ്ട് അവിടെയുള്ള ആളുകളുമായൊക്കെ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം ഈ കൊട്ടിക്കലാശത്തിന് പോലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം മുസാഫർ അഹമ്മദ്, അതായത് മീഞ്ചന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുസാഫർ അഹമ്മദിന്റെ കൊട്ടിക്കലാശത്തിലായിരുന്നു റിയാസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊട്ടിക്കലാശമൊക്കെ വളരെ അതിഗംഭീരമാക്കി വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഇടതുപക്ഷം ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് അത്തരത്തിൽ ആത്മവിശ്വാസം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ആരായാം എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ രാവിലെ നേരത്തെ വന്ന് വോട്ട് രേഖപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വലിയ തിരക്കില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ 8:08 ഇത് തീരുമാനിച്ചത്. ഇപ്പോൾ ഇതാ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം. എന്താണ് പ്രതീക്ഷകൾ? അല്ല, ഇടതുപക്ഷ ഇപ്പൊ സെറ്റാക്കി എല്ലാവരും റെഡി. ടീച്ചറെ കൊണ്ടേക്ക് നമ്മളെ കണ്ടില്ല, ടീച്ചറെ കാണണ്ടേ? അതെ, അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കോഴിക്കോടും സംസ്ഥാനത്താകെയും കാണാൻ സാധിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം, സംസ്ഥാന സർക്കാരിനെതിരെ എവിടെയും ഒരു വികാരം കാണാനില്ല. സർക്കാരിന് അനുകൂലമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇത് പൊതുവെ ജനങ്ങളാകെ സ്വീകരിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.